തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ ഇടതു നേതൃത്വത്തിനെതിരെ വിമർശനവുമായി മുതിർന്ന CPI നേതാവ് KK ശിവരാമൻ. തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന പാഠം പഠിക്കാൻ ഇടുക്കിയിലെ ഇടതുപക്ഷത്തിന് കഴിയണമെന്ന KK ശിവരാമന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ജനങ്ങളുടെ യജമാന്മാരാണെന്നാണ് പലരുടെയും ധാരണ. ഭൂമി കയ്യേറ്റ മാഫിയയുടെ ഉറ്റത്തോഴന്മാരാകാൻ മത്സരിക്കുന്നവരെയും അനധികൃത ക്വാറി നടത്തിപ്പുകാരായ നേതാക്കളെയും ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുവെന്ന ഇടതുപക്ഷം പറയുമ്പോൾ അത് ജനങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ലേ എന്ന് തിരിച്ചറിയണമെന്നും KK ശിവരാമന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി സന്ദീപ് രാജക്കാട് ചേരുന്നു. സന്ദീപ്, പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കണമെന്നാണ് KK ശിവരാമൻ ഇടതു നേതാക്കളോട് പറയുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ശ്രുതി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ KK ശിവരാമൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള KK ശിവരാമൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇതിനു മുമ്പും നിരവധിയായ വിഷയങ്ങളിൽ ഇത്തരത്തിൽ ഇടതുപക്ഷത്തിനുള്ളിൽ CPIയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന കാലഘട്ടത്തിലടക്കം ശക്തമായ നിലപാട് സ്വീകരിക്കുകയും അത് വ്യക്തമായി തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് KK ശിവരാമൻ. ആ KK ശിവരാമൻ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന പോലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിൽ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന പാഠം പഠിക്കുവാൻ ഇടുക്കിയിലെ ഇടതു നേതാക്കൾ തയ്യാറാകണം, ഇല്ലെങ്കിൽ ഇടുക്കിയിലെ ഇടതുപക്ഷം തയ്യാറാകണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. ഒപ്പം തന്നെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്നതിന് പോലെ ഇടതുപക്ഷ നേതാക്കന്മാരെ ഓർമ്മിപ്പിക്കുന്ന ഒരു പോസ്റ്റായി ഇത് മാറിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ പറയുന്നു, ജനങ്ങളുടെ യജമാനന്മാരാണ് തങ്ങളെന്ന് ചിലർ ചിന്തിക്കുന്നു. അത്തരത്തിൽ നേതാക്കന്മാർക്കുള്ള വിമർശനമാണ്. ഇടതു നേതാക്കൾ അത്തരത്തിൽ ആണ് ഇടപെടുന്നത്, ജനങ്ങളോട് ഇടപെടുന്നത് എന്നുള്ള ഒരു വിമർശനം അതിനകത്ത്, ആ പോസ്റ്റിനകത്ത് പങ്കുവെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പറയുന്നു, പാറ, കോറി, മണൽ മാഫിയകള്, കയ്യേറ്റ മാഫിയക്കാരുടെയൊക്കെ തോളോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാകുവാൻ വേണ്ടി മത്സരിക്കുന്ന നേതാക്കന്മാരെയും പാറക്കോറികൾ അനധികൃതമായി നടത്തുന്ന നേതാക്കന്മാരെയും എല്ലാം ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം അതിൽ വ്യക്തമായി പറയുന്നു. ആ വിമർശനങ്ങളെല്ലാം തന്നെ CPIയുടെയും CPMന്റെയും അടക്കമുള്ള ഇടതു നേതാക്കളുടെ നേർക്കാണ്, ഇല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളുടെ നേർക്കാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ പോകുന്നതിന്റെ ഫലമാണ് ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രചാരണ രംഗത്ത് ഇടതുപക്ഷം ഉയർത്തിക്കാട്ടിയിരുന്ന ഒരു വിഷയമായിരുന്നു ഇടുക്കി ജില്ലയിലെ പട്ടയ ഭൂപ്രശ്നങ്ങൾ. ആ പട്ടയ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് ഇടതു സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ കണ്ടിട്ടുണ്ട്. നിയമ ഭേദഗതി വന്നിരിക്കുന്നു, അതിന്റെ ചട്ടങ്ങൾ രൂപീകരിച്ചിരിക്കുന്നു, വിജ്ഞാപനം നടത്തിയിരിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത്, പ്രചാരണ രംഗത്തേക്ക് എത്തിയിരിക്കുന്നു. അതായിരുന്നു പ്രധാന പ്രചരണ ആയുധമാക്കി ഇടതുപക്ഷം എടുത്തിരുന്നത്. ആ കാര്യത്തിലും KK ശിവരാമൻ കൃത്യമായ വിമർശനം ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടു എന്ന് ഇടതുപക്ഷം ആവർത്തിച്ചു പറയുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല, ഇല്ലെങ്കിൽ അതിന്റെ ഒരു ഗുണഫലം ജനങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കേണ്ട കാലമായിരിക്കുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തലും ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇടതു സർക്കാർ നടത്തിയിട്ടുണ്ട്, പക്ഷേ അതൊന്നുമല്ല, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന തുറന്ന വിമർശനമാണ് CPIയുടെ മുതിർന്ന നേതാവായിട്ടുള്ള KK ശിവരാമൻ നടത്തിയിട്ടുള്ളത്. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള പല വിവാദങ്ങൾ വരുമ്പോഴും തന്റേതായ കൃത്യമായ നിലപാടുകൾ പറയുകയും ആ നിലപാടുകൾ ഒരുപക്ഷെ പാർട്ടിക്കും ഇടതുപക്ഷത്തിനും ഉൾക്കൊള്ളാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുമുണ്ട്. പക്ഷേ നിലപാട് മാറ്റം ഇല്ലാതെ ആ നിലപാടിൽ ഉറച്ചു നിന്ന് തന്റെ നിലപാടുകൾ കൃത്യമായി വ്യക്തമായും രേഖപ്പെടുത്തി മുമ്പോട്ട് പോകുന്ന ഒരു ശീലമാണ് KK ശിവരാമനുള്ളത്. CPIയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് പോലും തന്നെ CPMനോട് പരസ്യമായി വെല്ലുവിളി ഉയർത്തുകയും CPM നേതാക്കന്മാരെ പരസ്യമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. CPIയുടെ മന്ത്രിമാരെ വിമർശിച്ചതിന്റെ പേരിൽ MM മണിക്കെതിരെ അടക്കം ഗുരുതരമായ വിമർശനം ഉന്നയിച്ച് പരസ്യമായി രംഗത്തെത്തിയ ആളായിരുന്നു KK ശിവരാമൻ. അതുകൊണ്ട് തന്നെ തനിക്ക് മുന്നിൽ കാണുന്ന ഏതൊരു കാര്യത്തെയും കൃത്യമായി വീക്ഷിച്ച് അത് ഇടതുപക്ഷത്തിനകത്ത് തിരുത്തൽ വരുത്തേണ്ടതാണെങ്കിൽ, ഇല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിന് വീഴ്ചയുണ്ട് എന്ന് തോന്നുന്നതാണെങ്കിൽ ആ തരത്തിൽ വിമർശനം ഉന്നയിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ഒരാൾ കൂടിയാണ് KK ശിവരാമൻ. അദ്ദേഹമാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലപ്രഖ്യാപനം വന്ന് ഒരു ദിവസം പിന്നിടുമ്പോൾ ഇത്തരത്തിൽ വലിയ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായിരുന്നാലും CPMന്റെയോ CPIയുടെയോ മറ്റ് നേതാക്കന്മാരും ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രതികരണം നടത്തിയിട്ടില്ല. അവരുടെ പ്രതികരണം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഉണ്ടായിരിക്കുന്ന പരാജയം, ആ പരാജയം സംബന്ധിച്ച് സംസ്ഥാനത്താകെയും ഒപ്പം തന്നെ ഇടുക്കി ജില്ലയിലും വിശദമായിട്ടുള്ള പഠനം നടത്തുകയും അതിൽ വരുത്തേണ്ട തിരുത്തലുകൾ വരുത്തി ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് CPMന്റെ അടക്കം നേതാക്കന്മാർ, CPIയുടെ അടക്കം നേതാക്കന്മാർ, ഇടതു നേതാക്കന്മാർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായിരുന്നാലും ആ മറുപടിയൊക്കെ നിലനിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് KK ശിവരാമൻ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായി വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി ഓർമ്മിപ്പിക്കുന്നത്
ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊള്ളാൻ, ഇല്ലെങ്കിൽ ആ പഠിപ്പിക്കുന്ന പാഠം മനസ്സിലാക്കാൻ ഇടതു നേതാക്കൾ ഇടുക്കിയിൽ തയ്യാറാകണം എന്നുള്ളതാണ് അശ്വതി.